പ്ലസ് ടു ഹ്യൂമാനിറ്റീസ് സിമ്പിൾ ആണോ? പല ആളുകളും വിചാരിച്ചിരിക്കുന്നത് ഹ്യൂമാനിറ്റീസ് വളരെ സിമ്പിളാണ്, എക്സാമിന് തലേന്ന് മാത്രം പഠിച്ചാൽ മതി, എക്സാമിന് തലേന്ന് മാത്രം പഠിച്ചാൽ ഹ്യൂമാനിറ്റീസ് പാസ്സാവാം, സയൻസും കൊമേഴ്സൊക്കെയാണ് ടഫ്, ഹ്യൂമാനിറ്റീസ് വളരെ സിമ്പിളാണ്. ഇങ്ങനൊരു തെറ്റായ ധാരണ കേരളത്തിലെ പല ആളുകൾക്കുണ്ട്. എല്ലാവരോടും എനിക്ക് പറയാനുള്ള പ്രധാനപ്പെട്ട കാര്യം, സയൻസിനെയും കൊമേഴ്സിനെയും പോലെ തന്നെ ഹ്യൂമാനിറ്റീസും പഠിക്കാത്തവർക്ക് ടഫാണ്, സയൻസും കൊമേഴ്സും പോലെ തന്നെ ഹ്യൂമാനിറ്റീസും പഠിക്കുന്നവർക്ക് ഈസിയാണ്. ഇതാണ് ഇതിൻ്റെ റിയാലിറ്റി കേട്ടോ. ഈ റിയാലിറ്റി നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. അപ്പോൾ ഈ ഹ്യൂമാനിറ്റീസ് നമ്മൾ വിന്നിംഗ് പെർസെൻറ്റേജ് നോക്കുകയാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കണേ, നമ്മൾ പ്ലസ് ടു ഹ്യൂമാനിറ്റീസ് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഹിസ്റ്ററി നിങ്ങൾക്ക് പഠിക്കാനുള്ളത് 15 ചാപ്റ്റേഴ്സാണ്, പൊളിറ്റിക്സ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത് 20 ചാപ്റ്റേഴ്സാണ്, എക്കണോമിക്സിൽ 11 ചാപ്റ്റർ ഉള്ളൂ, പക്ഷേ അതൊക്കെ വലിയ ചാപ്റ്റേഴ്സാണ്. സോഷ്യോളജി 14 ചാപ്റ്റേഴ്സ്, ജോഗ്രഫി 17 ചാപ്റ്റേഴ്സ്, ഇംഗ്ലീഷ് 5 യൂണിറ്റ്, പിന്നെ ലാംഗ്വേജസും. ഇത്രയും വലിയ വലിയ ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് പ്ലസ് ടുവിൽ പഠിക്കാനുണ്ട്. അപ്പോൾ പൊതുവേ കുട്ടികളുടെ ഒരു മെൻറ്റാലിറ്റി എന്താണ്, പ്ലസ് വൺ നന്നായിട്ട് അങ്ങോട്ടേക്ക് കുഴപ്പം, എന്നിട്ട് പ്ലസ് ടുവിലാണ് ഇവർ എന്ത് ചെയ്യുക, പഠിക്കുന്നുള്ളൊരു ചിന്ത വരിക. പക്ഷേ ആ ചിന്ത ജൂണിലോ ജൂലൈയിലോ ഓഗസ്റ്റിലോ ഒന്നും വരില്ല കേട്ടോ. എപ്പോഴാണ് വരിക? ഒരു ഡിസംബർ കഴിഞ്ഞ് ജനുവരി ഫെബ്രുവരി ആകുമ്പോഴാണ് നിങ്ങൾക്ക് പഠിക്കുന്നുള്ളൊരു ചിന്ത വരാം. ആ സമയത്ത് ആ ചിന്ത വരുമ്പോഴേക്കും എന്തായിട്ടുണ്ടാവും, ഇത്രയും ചാപ്റ്റേഴ്സ് പഠിച്ചു തീർക്കാൻ അവരെ കൊണ്ട് സാധിക്കില്ല. ആ കാരണം കൊണ്ട് തന്നെ വിന്നിംഗ് പെർസെൻറ്റേജ് അങ്ങോട്ട് കുത്തനെ കുറയും അല്ലേ. 2025 69%, 2026 66%. ഈ ഒരു വിജയ ശതമാനം കുറയാനുള്ള പ്രധാനപ്പെട്ട കാരണം ഇത്രയും ചാപ്റ്റേഴ്സ് അവർക്ക് പഠിക്കാനുണ്ടെന്നുള്ളൊരു ചിന്ത അവരുടെ മനസ്സിലില്ലാതെ എല്ലാം അവസാനത്തേക്ക് മാറ്റി വെക്കുന്നത് മൂലം എന്ത് ചെയ്യുന്നു, അവർ പല എക്സാമിനും പാസ്സാതെ വരുന്നു. അപ്പോൾ അവരോടൊക്കെ എനിക്ക് പറയാനുള്ളത്, ഹ്യൂമാനിറ്റി സിമ്പിൾ അല്ല കേട്ടോ. ആര് പറഞ്ഞാലും അവരോട് പറയും ഹ്യൂമാനിറ്റി സിമ്പിൾ അല്ല, പഠിച്ചാൽ മാത്രമേ ഹ്യൂമാനിറ്റി സിമ്പിൾ ആവുള്ളൂ. എക്സാമിൻ്റെ തലേന്ന് പഠിച്ചാലൊന്നും ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, ഹ്യൂമാനിറ്റീസിൽ ഫുൾ A+ഓ ഫുൾ മാർക്കോ നേടാൻ പറ്റില്ല. എക്സാമിന് അടുപ്പിച്ച് മാത്രം പഠിച്ചാലൊന്നും ഫുൾ A+ഓ ഫുൾ മാർക്കോ നേടാൻ പറ്റില്ല. നിങ്ങൾക്ക് ഫുൾ A+ഓ ഫുൾ മാർക്ക് കിട്ടണമെങ്കിൽ കൊമേഴ്സും സയൻസും പഠിക്കുന്ന പോലെ തന്നെ കൃത്യമായ പ്ലാനിങ്ങോടുകൂടി ദിവസവും അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു 5 ദിവസമെങ്കിലും നിങ്ങൾ പഠിക്കാനായിട്ട് മാറ്റിവെക്കുകയും ഒരു ദിവസം കാര്യങ്ങൾ റിവൈസ് ചെയ്യാനായിട്ട് മാറ്റിവെക്കുക വേണം. കൃത്യമായ രീതിയിൽ പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് നേടാൻ സാധിക്കുള്ളൂ, മാർക്ക് നേടാൻ സാധിക്കുള്ളൂ. അങ്ങനെ നിങ്ങൾക്ക് മാർക്ക് നേടണമെങ്കിൽ നിങ്ങൾ എഫേർട്ട് ഇടാൻ റെഡി ആവണം, നിങ്ങൾ കഷ്ടപ്പെടാൻ റെഡി ആവണം. അപ്പോൾ മക്കളെ, ഹ്യൂമാനിറ്റി സിമ്പിൾ ആണെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ പറയുക ഹ്യൂമാനിറ്റീസ് നന്നായി പഠിച്ചാലേ സിമ്പിൾ ആവുള്ളൂ, കൊമേഴ്സ് സിമ്പിൾ ആവുന്നത് നന്നായി പഠിച്ചാലാണ്, സയൻസ് സിമ്പിൾ ആവുന്നത് നന്നായി പഠിച്ചാലാണ്. ഈ 3 സ്ട്രീമും ടഫ് ആവുന്നപ്പോഴാണ്. പഠിക്കാതിരുന്നാൽ സയൻസ് ടഫ് ആവും, പഠിക്കാതിരുന്നാൽ കൊമേഴ്സ് ടഫ് ആവും, പഠിക്കാതിരുന്നാൽ ഹ്യൂമാനിറ്റീസും ടഫ് ആകും. അപ്പോൾ ഈ ഇത്രയും ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് പ്ലസ് ടു ഹ്യൂമാനിറ്റീസ് പഠിക്കാനുണ്ട്. ഇതൊക്കെ നിങ്ങൾ ഡിസംബറിന് ശേഷം അല്ലെങ്കിൽ ജനുവരിയിലോ ഫെബ്രുവരിയിലോ പഠിക്കാനാണ് തീരുമാനിക്കുന്നതെങ്കിൽ ഈ 2 വർഷവും 60 നിന്ന് വിന്നിംഗ് ശതമാനം, വിജയ ശതമാനം നിങ്ങൾ പബ്ലിക് എക്സാം എഴുതി കഴിഞ്ഞാലും 60 തന്നെ നിൽക്കും. അപ്പോൾ മക്കളെ, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് സീരിയസ് ആവട്ടോ. കാരണം കുട്ടികൾ ഹ്യൂമാനിറ്റീസ് തോൽക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്താ, ഒന്ന് അവസാന നിമിഷമാണ് പഠിക്കുന്നത്, കണ്ടന്റ് 3 ഇരട്ടി കൂടുതലാണ്, ക്വസ്റ്റ്യൻ പാറ്റേൺ മാറുന്നുണ്ട്, ക്വസ്റ്റ്യൻ ലെവൽ കൂടിയിട്ടുണ്ട്. ഇതൊന്നും ചിന്തിക്കാതെ അവസാന നിമിഷം അങ്ങോട്ടേക്ക് എന്ത് ചെയ്യും, പഠിക്കാൻ തുടങ്ങും. ഇങ്ങനെ അവസാന നിമിഷം പഠിച്ചാലൊന്നും ഒരിക്കലും നിങ്ങൾക്ക് മാർക്ക് കിട്ടില്ല. നിങ്ങൾക്ക് മാർക്ക് കിട്ടണമെങ്കിൽ പ്രോപ്പറായിട്ട് പഠിക്കണം, മടി മാറ്റി വെച്ച് പഠിക്കണം. ഞാൻ പഠിച്ചാലേ എനിക്ക് മാർക്ക് കിട്ടൂ, ഞാൻ കഷ്ടപ്പെട്ടാലേ എനിക്ക് മാർക്ക് കിട്ടൂ, ഞാൻ എഫേർട്ട് ഇട്ടാലേ എനിക്ക് മാർക്ക് കിട്ടുന്നുള്ള ചിന്തയിൽ എന്ത് ചെയ്യണം, പഠിച്ചു തുടങ്ങണം. ആ കൺസിസ്റ്റന്റ് ആയിട്ടുള്ള പഠനം, ആ പഠനം നിങ്ങൾ എന്ത് ചെയ്യണം, കൺസിസ്റ്റന്റ് ആയിട്ട് കണ്ടിന്യൂ ചെയ്യണം. ക്വസ്റ്റ്യൻസ് നന്നായിട്ട് എന്ത് ചെയ്യണം, പ്രാക്ടീസ് ചെയ്യണം. ഈ രീതിയിൽ പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, മികച്ച മാർക്ക് നേടിയെടുക്കാൻ പറ്റൂ കേട്ടോ. അപ്പോൾ മക്കളെ, ആ ഒരു ചിന്ത പോയി മനസ്സിൽ വേണം. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ജൂണാണ് സമയം, ഈ സമയം മുതൽ നിങ്ങൾ കൃത്യമായ പ്ലാനിങ്ങോടുകൂടി സമയം എടുത്ത് പഠിച്ചാൽ ഡിസംബർ ആകുമ്പോഴേക്കും നിങ്ങൾ ഫുൾ പോർഷൻ പഠിച്ചു തീരും. പിന്നെ അങ്ങോട്ടേക്ക് റിവൈസ് ചെയ്ത് കൊടുത്താൽ മതി. അങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് മികച്ച മാർക്ക് കിട്ടും. അങ്ങനെ നിങ്ങൾക്ക് പഠിക്കാൻ ആഗ്രഹമുണ്ട്, ക്വസ്റ്റ്യൻസ് നന്നായിട്ട് റെഫർ ചെയ്യാൻ ആഗ്രഹമുണ്ട്, ക്വസ്റ്റ്യൻസിന് ആൻസർ സെറ്റാക്കി പഠിക്കാൻ ആഗ്രഹമുണ്ട്, ഡൗട്ട് വരുമ്പോൾ ചോദിച്ച് പഠിക്കാൻ ആഗ്രഹമുണ്ട്, ഇതൊക്കെ ഉണ്ടെങ്കിൽ ഇതിനെല്ലാമുള്ള സൊല്യൂഷനാണ് എജ്യൂപോഡിന്റെ സൂപ്പർ ബാച്ച്. നിങ്ങൾ എജ്യൂപോഡിന്റെ സൂപ്പർ ബാച്ചിൽ ജോയിൻ ചെയ്ത് പഠിച്ചാൽ കാര്യങ്ങൾ സെറ്റാകും, ഓക്കെ ആകും, റെഡി ആകും. ഞാൻ പല വീഡിയോയിലും ആവർത്തിച്ച് പറഞ്ഞാണ്, തുടക്കം മുതലേ പഠിക്കണം, തുടക്കം മുതലേ പഠിക്കണം, തുടക്കം മുതലേ പഠിക്കണം. തുടക്കം മുതലേ പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുള്ളൂ. ഹ്യൂമാനിറ്റി സിമ്പിൾ ആവും. എപ്പോൾ പഠിച്ചാൽ ഹ്യൂമാനിറ്റി സിമ്പിൾ ആവും, പഠിക്കാതിരുന്നാൽ ഹ്യൂമാനിറ്റീസും കൊമേഴ്സും സയൻസും പോലെ തന്നെ ടഫാ. അപ്പോൾ മക്കളെ, പഠിക്കാൻ തയ്യാറാവുക, പഠിപ്പിക്കാൻ ഞങ്ങൾ റെഡിയാണ്. കമന്റ് ബോക്സിലെ ഫോം ഒന്ന് ഫില്ല് ചെയ്യുക. അപ്പോൾ നമ്മുടെ സൂപ്പർ ബാച്ച് ജോയിൻ ചെയ്യാൻ കാര്യങ്ങൾ സെറ്റ് ആകും. അല്ലെങ്കിൽ nafi.eduport എന്ന എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിലേക്ക് ഒന്ന് മെസ്സേജ് അയച്ചോ. എന്ത് ചെയ്യാം, എനിക്ക് എജ്യൂപോഡിന്റെ പ്ലസ് ടു സൂപ്പർ ബാച്ചിൽ ജോയിൻ ചെയ്യുന്നത്, ബാക്കി കാര്യം നമുക്ക് അവിടെ എന്ത് ചെയ്യാം, സെറ്റ് ആക്കാം. അപ്പോൾ കമന്റ് ബോക്സിലെ ഫോം നിങ്ങൾ എന്ത് ചെയ്തോ, ഒന്ന് ഫില്ല് ചെയ്യട്ടോ. കാരണം സൂപ്പർ ബാച്ചിൽ ജോയിൻ ചെയ്ത് പഠിച്ചാൽ നിങ്ങൾക്ക് വേണ്ട റെക്കോർഡ് ക്ലാസ്, ലൈവ് ക്ലാസ്, ഡൗട്ട് ക്ലിയർ ചെയ്യാനുള്ള ഓപ്ഷൻസ്, നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ മെൻറ്റർമാർ എല്ലാം നമ്മുടെ ബാച്ചിൽ അവൈലബിൾ ആണ്. എജ്യൂപോഡിന്റെ ബാച്ചിൽ ജോയിൻ ചെയ്ത് പഠിച്ചാൽ കാര്യങ്ങൾ സെറ്റ് ആകും. എജ്യൂപോഡിന്റെ ബാച്ചിൽ ജോയിൻ ചെയ്ത് പഠിച്ചാൽ കാര്യങ്ങൾ ഓക്കെ ആകും. എജ്യൂപോഡിന്റെ ബാച്ചിലാണ് നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ടാവുക. നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്ത് പഠിച്ചോ, എല്ലാം സെറ്റ് ആകും. കമന്റ് ബോക്സിലുള്ള ഫോം ഒന്ന് ഫില്ല് ചെയ്യാം.
മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഹ്യൂമാനിറ്റി സിമ്പിൾ ആവണമെങ്കിൽ നമ്മൾ എക്സാമിന് തലേന്ന് പഠിച്ചാൽ ഒരിക്കലും സിമ്പിൾ ആവില്ല. കൃത്യമായ പ്ലാനിങ്ങോട് കൂടി കൃത്യമായ രീതിയിൽ പഠിച്ചാലേ ഹ്യൂമാനിറ്റി സിമ്പിൾ ആവുള്ളൂ. അങ്ങനെ ഹ്യൂമാനിറ്റി സിമ്പിൾ ആക്കണമെങ്കിൽ നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്തോ. ബാച്ചിനെ കുറിച്ച് കൂടുതൽ അറിയാൻ കമന്റ് ബോക്സിൽ ഫോം ഒന്ന് ഫില്ല് ചെയ്യുക. അല്ലെങ്കിൽ nafi.edu എന്ന ഇൻസ്റ്റാഗ്രാം പേജിലേക്ക് മെസ്സേജ് അയച്ചോ. വീണ്ടും കാണാം. ഇറ്റ്സ് മീ നാഫി സൈനിങ് ഓഫ്. ബൈ.